വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഗലാത്യ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായം 6 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും യെശയ്യാ പ്രവചനം 11-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ചേർത്ത് വയ്ക്കുമ്പോഴും വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോഴും അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യേശുക്രിസ്തു വാഗ്ദത്ത സന്തതിയാണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അവൻ തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമായി സ്വർഗം വാഗ്ദത്തം ചെയ്ത യഥാർത്ഥ രക്ഷിതാവാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. അവനെക്കുറിച്ച് വചനം നമ്മളോട് പറഞ്ഞത് ക്രിസ്തുവിൽ പൂർത്തിയാവുകയാണ്. അവൻ വാഗ്ദത്ത സന്തതിയാണ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും ചേർത്ത് വായിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമുണ്ട്. ക്രിസ്തു അബ്രാഹാമിന്റെ മകനാണ്. അബ്രാഹാമിന്റെ മകൻ എന്ന വലിയ പദവി ക്രിസ്തുവിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും 8-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യവും 38-ാമത്തെ വാക്യവും 9-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും 10-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവുമെല്ലാം നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ക്രിസ്തു മനുഷ്യപുത്രനാണ്. ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യപുത്രനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന അനേകം തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ കേവലം രക്ഷിതാവായി മാത്രം കാണാതെ, കർത്താവ് നാഥനുമായി മാത്രം തിരിച്ചറിയാതെ, അവൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹയാണെന്നും അവൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്നും പിതാവാം ദൈവത്തിന്റെ സ്നേഹപാത്രമാണെന്നും യുഗങ്ങൾക്ക് മുമ്പേ നിലനിൽക്കുന്നവനാണെന്നുമെല്ലാം ഒരു വിശ്വാസിക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും വിശ്വസിക്കാനും സാധിക്കണം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും യെശയ്യാ പ്രവചനത്തിന്റെ